കോഴിക്കോട് കോർപ്പറേഷനിൽ വാർഡ് വിഭജനം നടന്നപ്പോൾ ബി.ജെ.പിക്ക് വലിയ ആനുകൂല്യം ഉണ്ടായെന്നുള്ളത് ആദ്യഘട്ടത്തിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ചാലപ്പുറം വാർഡിൽ യു.ഡി.എഫ് അനുകൂല വോട്ടുകൾ കംപ്ലീറ്റ് കൂടുതലും മുഖദാറിലേക്ക് മാറ്റി ചാലപ്പുറം ബി.ജെ.പിക്ക് അനുകൂല വാർഡായി മാറ്റിയെന്ന് അന്ന് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് വിശദമായി പരിശോധിക്കുമ്പോൾ ഒന്നിലധികം വാർഡുകൾ ബി.ജെ.പിക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കി വെച്ചു എന്ന് മനസ്സിലാവുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത് കെ പി സി സെക്രട്ടറി ജയന്താണ്. ചെയ്തിട്ട് നമ്മൾ ആദ്യ ഘട്ടത്തിന് ചാലപ്പുറത്തിൻ്റെ ഉദാഹരണം ആ സമയത്ത് പറഞ്ഞിരുന്നു. പക്ഷേ ഈ റിസൾട്ട് വന്ന് നോക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു മൊത്തം പിക്ചർ? ഞങ്ങളിത് ഡേ 1 മുതൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കോഴിക്കോട് കോർപ്പറേഷന് CPM-നെതിരെ വലിയ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും CPM ഈ ഭരണത്തിൽ നിന്ന് തൂത്തെറിയപ്പെടുമെന്ന് ഞാൻ നിങ്ങളുടെ ഒരു മോർണിംഗ് ഷോയിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ അന്ന് അതിന് പറയാൻ നമ്മളെ പ്രേരിപ്പിച്ച ഘടകം ഇവിടെ അത്ര വലിയ ആൻറ്റി ഇൻകംബൻസിയാണ്. അപ്പോൾ CPM അതിനെ മറികടക്കാൻ ഉപയോഗിച്ച തന്ത്രമാണ് ഒരു മതേതര രാഷ്ട്രീയ കക്ഷി ചെയ്യാൻ പാടില്ലാത്തൊരു രാഷ്ട്രീയമാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം ഞാൻ ഒന്നാമതിപ്പോൾ കഴിഞ്ഞ ഒരു 10-15 ദിവസമായി ഈ ആക്സിഡൻറ്റ് പറ്റി റെസ്റ്റിലാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ വായിക്കാനും പഠിക്കാനും സമയം കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് പോകുമ്പോൾ നമ്മൾ പറഞ്ഞ ആ കണക്കിലും അപ്പുറത്തേക്ക് CPM വല്ലാതെ BJPയെ സഹായിച്ചു എന്നുള്ളതിൻ്റെ തെളിവുകൾ ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് ഡാറ്റയാണ്. ഇതാർക്കും മാറ്റാനോ നിഷേധിക്കാനൊന്നും സാധ്യമല്ല. ഇപ്പോൾ ചാലപ്പുറം വാർഡ് നിങ്ങൾക്കറിയാം, നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. നേരത്തെ ചാലപ്പുറം വാർഡിനകത്തുള്ള 3500-ഓളം വോട്ടർമാർ അത് റെയിൽവേ സ്റ്റേഷന് പടിഞ്ഞാറ് വശത്തുള്ള മുസ്ലിം വോട്ടർമാരെ വളരെ കൃത്യമായി നീക്കം ചെയ്തു. അത് BJPക്ക് അനുകൂലമായ വാർഡാക്കി മാറ്റി എന്നുള്ളത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ ഞാനും ഒരു പത്രസമ്മേളനത്തിനകത്ത് പറഞ്ഞതാണ്. അവിടെ 731 വോട്ട് കിട്ടുന്ന BJP ജയിക്കുകയാണ്. ആകെ ഭൂരിപക്ഷമല്ല ഞാൻ പറയുന്നത്. അത് കോൺഗ്രസിൻ്റെ ചാലപ്പുറം വാർഡ് ആ വാർഡിനകത്തുള്ള UDFൻ്റെ ഭൂരിപക്ഷ വോട്ടുകളെ മുഖദാറിലേക്ക് മാറ്റുകയാണ്. അതുപോലെ തൊട്ടപ്പുറത്തുള്ള മാവൂർ റോഡ് വാർഡ് 730 വോട്ടാണ് ആകെ BJPക്ക് കിട്ടിയത്. അവിടെ BJP ജയിക്കുന്നു. അവിടെ വലിയങ്ങാടി വാർഡായിരുന്നു നേരത്തേത്. ആ വലിയങ്ങാടി വാർഡിനകത്തുള്ള UDFൻ്റെ ശക്തി കേന്ദ്രങ്ങളെ മുഴുവൻ കുറ്റിച്ചിറ വാർഡിലേക്ക് മാറ്റുകയാണ്. അതുപോലെ ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് ഞാൻ ഈ തിരുവണ്ണൂർ വാർഡിലാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് പന്നിയങ്കര വാർഡ്. ഈ പന്നിയങ്കര വാർഡ് ഈ മേഖലയിൽ ആകെ BJP ജയിച്ചതും CPM 7-6 വാർഡ് UDF ജയിച്ചു. ഈ ഒരു വാർഡ് BJPക്ക് അനുകൂലമാവുന്നത് എങ്ങനെയാണ്? പന്നിയങ്കര വാർഡിനകത്ത് UDFന് മേൽക്കോയ്മയുള്ള ഒരു 100-300 വോട്ട് ഭൂരിപക്ഷം കിട്ടുന്ന പന്നിയങ്കര പോലീസ് സ്റ്റേഷൻ്റെ ആ ഭാഗം ഉൾപ്പെടെയുള്ള UDFൻ്റെ ശക്തി കേന്ദ്രങ്ങളുണ്ട്. അത് നേരെ കല്ലായി ഓൾറെഡി ഞങ്ങൾ സ്ഥിരമായി ജയിക്കുന്ന, പക്ഷേ ഇപ്പോൾ 1000 വോട്ടിൻ്റെ ഭൂരിപക്ഷം, 836 വോട്ടിൻ്റെ ഭൂരിപക്ഷം. അപ്പോൾ ആ 100-300 വോട്ട് മാറുമ്പോൾ അവിടെ 150 വോട്ടിന് പന്നിയങ്കര വാർഡിൽ BJP ജയിക്കുന്ന. വലിയങ്ങാടി വോട്ട് ഈ കുറ്റിച്ചിറയിലേക്ക് മാറ്റിയ 2000 ചില്ലാൻ വോട്ടർമാർ മാറിയിട്ടില്ലായിരുന്നുവെങ്കിൽ BJP അവിടെ 3-ാം സ്ഥാനത്താണ്. ചാലപ്പുറത്ത് ഇതുപോലെ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ BJP 3-ാം സ്ഥാനത്താണ്. അപ്പോൾ ഞാനിതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റഡി ഞാൻ നോക്കിയപ്പോൾ BJP ജയിച്ച 5 വാർഡിൻ്റെ വോട്ട് ചാലപ്പുറത്ത് ആകെ കിട്ടിയ വോട്ട് 730, ഈ മാവൂർ റോഡ് കിട്ടിയത് 731, പുതിയറ അവർ 950 ഏകദേശം റഫ്ലി, തിരുത്തിയാട് 1110, കാരപ്പറമ്പ് 1190. ഇതെല്ലാം കൂടി കൂട്ടി ഏതാണ്ട് 4600 വോട്ടാണ്. TPM ജിഷാന് മുഖദാറിൽ മാത്രം കിട്ടിയ വോട്ട് 5567. അപ്പോൾ അതിൻ്റെ ഏറ്റവും രസകരമായ കാര്യമുണ്ട്, അവിടെ 13000 വോട്ടറാണ്. BJPയുടെ 3 വോട്ട് ചേർന്നാൽ 13000 വോട്ട്. BJP ജയിച്ച 3 വാർഡ് ചേർത്താൽ പോലും 12000 വോട്ട് വരുന്നില്ല. ഈ മേഖലയിൽ, കുറ്റിച്ചിറ മേഖലയിൽ നേരത്തെ 6 സീറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ആ സീറ്റുകളെന്ന് പറയുന്നത് കുറ്റിച്ചിറ ഉണ്ടായിരുന്നു, ചെമ്മങ്ങാട് ഉണ്ടായിരുന്നു, ചാപ്പയിൽ ഉണ്ടായിരുന്നു, മുഖദാർ ഉണ്ടായിരുന്നു, പള്ളിക്കണ്ടി ഉണ്ടായിരുന്നു, കുണ്ടുങ്ങൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഡീലിമിറ്റേഷനിൽ CPM 4 കുറ്റിച്ചിറയും മുഖദാറും വലിയങ്ങാടിയും ചാലപ്പുറവും. ഇത്തവണ ഈ വലിയങ്ങാടിനെ എലിമിനേറ്റ് ചെയ്തിട്ട് ആ വോട്ടുകളെ മുഴുവൻ കുറ്റിച്ചിറയ്ക്ക് കയറ്റി, ചാലപ്പുറത്തിൻ്റെ പകുതി വോട്ടിനെ എലിമിനേറ്റ് ചെയ്ത് അത് മുഖദാറിലേക്ക് കയറ്റി. ഇപ്പോൾ വെറും 2 വാർഡാണ് അവിടെ. ഈ കോഴിക്കോട് കോർപ്പറേഷനിലകത്ത് പഴയ കോർപ്പറേഷൻ ഉണ്ട്, നമ്മൾ 55 വാർഡുണ്ട് എന്ന് പറയുന്നത്. ആ കോർപ്പറേഷനിൽ 2000 ചില്ലാൻ വോട്ടിന് CPM മൈനസാണ്. അപ്പോൾ അവർക്കറിയാം ഇവിടെ അവർ തകരാൻ പോവുകയെന്ന്. അതിനെ മറികടക്കാനാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവർ വലിയ വായിൽ മതേതരത്തൊക്കെ പറയുമെങ്കിലും തെരഞ്ഞെടുപ്പിൽ ആരും ജയിച്ചോട്ടെ, BJPയോ CPM ആരും ജയിച്ചോട്ടെ, പക്ഷേ അശാസ്ത്രീയമായി BJP ജയിച്ച 5 വാർഡിൻ്റെ ആകെ വോട്ട് 4600 നിൽക്കുമ്പോൾ നമ്മൾ ഒരു വാർഡിൽ 5600 ചില്ലാനാണ്.
അതുകൂടാതെ ചെറിയ വാർഡുകൾ വെട്ടി ഒതുക്കി ഒതുക്കി ബി ജെ പിക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുകയാണ്. ബി ജെ പിക്ക് വേണ്ടി ബി ജെ പിക്ക് വേണ്ടി ഷേപ്പ് ചെയ്ത് ചെറിയ ചെറിയ കുട്ടി കുട്ടി വാർഡുകൾ ഉണ്ടാക്കുക. അപ്പോൾ മനുഷ്യർ ഇതൊന്നും പൂർണ്ണമായി പഠിക്കാനൊന്നും ശ്രമിക്കില്ലല്ലോ. ഇപ്പോൾ കോഴിക്കോട് ഇപ്പോൾ നമ്മൾ ഇലക്ഷൻ്റെ പിറ്റേ ദിവസം കേരളത്തിലുള്ള എല്ലാ പത്രമാധ്യമങ്ങളും ചാനലുകളും എന്താ ബി ജെ പി അസാധാരണമായ വളർച്ച ഉണ്ടായിരുന്നു കോഴിക്കോട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 5000-ലധികം വോട്ടർമാർ വർദ്ധിച്ച കോഴിക്കോട് കോർപ്പറേഷനിൽ ബി ജെ പിക്ക് വർദ്ധിച്ച വോട്ട് 648, വെറും 648. അവർക്ക് വർദ്ധിച്ച സീറ്റ് 6. യു ഡി എഫിന് 18,000 വോട്ട് ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ വർദ്ധിച്ചു. അതിനോടൊപ്പം സി പി എമ്മിന് ഏതാണ്ട് 17,000 വോട്ട് കുറഞ്ഞു. 17,000 വോട്ട് എന്ന് പറഞ്ഞാൽ 1,45,000 വോട്ട് കിട്ടിയവർക്ക് 17,000 വോട്ട് പറയും. ഏതാണ്ട് 12% വോട്ടർമാർ സി പി എമ്മിനെ കൈയൊഴിഞ്ഞു. അവർ പൂർണ്ണമായി എത്തിയത് യു ഡി എഫിലേക്കാണ്. വർദ്ധിച്ച വോട്ടിൽ പോലും 5-1 വോട്ട് പോലും ബി ജെ പിക്ക് അനുകൂലമായി കിട്ടിയില്ല. പക്ഷെ അവർക്ക് 6 സീറ്റ്, നേരെ ഇരട്ടി സീറ്റാണ്. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഇത് കാണുമ്പോൾ ആളുകൾ ഇരുന്ന് കോഴിക്കോട് നഗരത്തിൽ ബി ജെ പി വലിയ വളർച്ച ഉണ്ടായി. യഥാർത്ഥത്തിൽ സി പി എം ഇത് കഴിഞ്ഞ കുറേ കാലമായി പരീക്ഷിക്കുന്നൊരു തന്ത്ര. മതന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി ബി ജെ പി ജയിക്കാൻ പോകുന്നു, ബി ജെ പി വരാൻ പോകുന്നു എന്ന് ഭയപ്പെടുത്തി മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് തട്ടിയെടുക്കാൻ നടത്തിയൊരു ശ്രമം. അല്ലെങ്കിൽ ഇതിനെന്താ എക്സ്പ്ലനേഷൻ? വാർഡ് വിഭജനത്തിന് ഇതിനു വേണ്ടി ഉപയോഗിച്ചു. വാർഡ് വിഭജനത്തിന് ഇതുവേണ്ടി ഉപയോഗിച്ചു. തിരുവനന്തപുരത്ത് ഇതുപോലുള്ള സമാനമായ കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. ബി ജെ പി ജയിച്ച വാർഡുകളൊക്കെ ഏതാണ്ട് 4,000 വോട്ടുകൾ ഉള്ള വാർഡുകളാണ്. കോൺഗ്രസ് ജയിച്ച, യു ഡി എഫ് ജയിച്ച വാർഡുകൾ 15,000, 18,000 വോട്ടുള്ള വാർഡുകളാണ്. അങ്ങനെയാണോ ചെയ്യേണ്ടത്? നമ്മൾ ആരെയും ശാസ്ത്രീയമായ രീതിയിലായിരുന്നെങ്കിൽ മനസ്സിലാക്കാം. ഇത് അശാസ്ത്രീയമായ രീതിയിൽ നിന്നല്ല ഇതിനെ പറയേണ്ടത്. അശാസ്ത്രീയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സയൻറ്റിഫിക് തിയറിയിൽ പറ്റുന്ന തെറ്റുകൾ. ഇതല്ല, വളരെ കൃത്യമായി ബി ജെ പി ജയിക്കണമെന്ന നിർബന്ധ ബുദ്ധിയിൽ ചെയ്തു കൊടുത്താൽ ബി ജെ പി ജയിക്കണം എന്നുള്ള. എന്തായാലും ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ ഡീമിലിറ്റേഷൻ ഇഷ്യൂകൾ എങ്ങനെയാണ് റൈസ് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കോൺഗ്രസ് ആകില്ല? അല്ല, ഇതിനകത്ത് ഈ ജയം ഇപ്പം സി പി എം ടെക്നിക്കലിയാണ് ജയിച്ചത്. അപ്പം നമുക്കറിയാം, നിങ്ങൾ ഉൾപ്പെടെ വെറും 64 വോട്ടിനാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. 9 വോട്ടിന് പുതിയറ, 16 വോട്ടിന് ചെലവൂർ, 17 വോട്ടിന് അരക്കിണർ, 22 വോട്ടിന് നമ്മുടെ ചെറുവണ്ണൂർ. ഇത് 4 നമ്മൾ ജയിച്ചിരുന്നത് നമ്മൾ 32 ആകുമായിരുന്നു. ഇന്നിപ്പോൾ മേയറായിട്ട് തിരഞ്ഞെടുക്കാൻ പോകുമായിരുന്നത് കോൺഗ്രസിൻ്റെ ഒരു യു ഡി എഫിൻ്റെ ഒരു ആളാകുമായിരുന്നു. അപ്പോൾ ഇത് എല്ലാവരേക്കാളും ആദ്യമേ അറിഞ്ഞിരുന്നത് സി പി എം. അവർക്കെതിരെ വലിയ തരംഗമുണ്ട് എന്ന് അറിഞ്ഞിരുന്നത്. അതല്ലായിരുന്നെങ്കിൽ കോമൺ സെൻസ് ഉള്ള ഒരാൾ ഒരു വേറെ പാർട്ടിക്ക് സീറ്റ് മുറിച്ചു കൊടുക്കില്ലല്ലോ. അപ്പോൾ ഇത് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എം ഇതിന് ഒരുപാട് കാലം മറുപടി പറയേണ്ടി വരും. കേരളത്തിൻ്റെ മുന്നിൽ വലിയ മതേതരവാദികളാണെന്നൊക്കെ അവർ സ്വയം അവരെ ചിത്രീകരിക്കുമ്പോഴും അവരെല്ലാ കാലത്തും ബി ജെ പിയെ സഹായകരമാവുന്ന രാഷ്ട്രീയ നിലപാടെടുത്തിട്ടുണ്ട്. ഹിസ്റ്റോറിക്കലി നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കുക. 1977 RSSൻ്റെ സ്ഥാനാർത്ഥിയായി ജയിച്ച ആളാണ് കൂത്തുപറമ്പിൽ പിണറായി വിജയൻ. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അത് റിപ്പീറ്റ് ചെയ്ത് അവർ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇവരിതൊക്കെ ചെയ്തിട്ടും എനിക്ക് എൻ്റെ സന്തോഷം അതാണ്. കോഴിക്കോട്ടുള്ള മനുഷ്യർ നമ്മളോടൊപ്പം നിന്നു. വോട്ട് വിഹിതത്തിൽ പഴയ കോർപ്പറേഷനകത്ത് 2000-ലധികം വോട്ട് നമ്മൾ മുന്നിലാണ്. നേരത്തെ 30,000-ലധികം വോട്ട് യു ഡി എഫ് എൽ ഡി എഫ് വ്യത്യാസം ഉണ്ടായിരുന്നിടത്താണ് സി പി എമ്മിൻ്റെ 18,000 വോട്ട് കുറഞ്ഞ ആ വോട്ട് പൂർണ്ണമായി എത്തുന്നത് നമ്മളിലേക്കാണ്. അതല്ലാതെ അത് ബി ജെ പിയിലേക്ക് പോയില്ല. എന്തായാലും ഈ വാർഡ് വിഭജനം കൃത്യമായി തന്നെ നടത്തുകയും അതിലൂടെ ബി ജെ പിക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കാനും കോഴിക്കോട് കോർപ്പറേഷൻ തന്നെ ശ്രമിച്ചു എന്നതിൻ്റെ കണക്കുകളാണ് തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്നത്. സ്വാഭാവികമായും ഇതിനെക്കുറിച്ച് രാഷ്ട്രീയമായി പ്രതികരിക്കാൻ സി പി എം ബാധ്യസ്ഥരാകുന്ന കാര്യത്തിൽ സംശയമില്ല. ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.